Hello everyone. അപ്പോൾ ഇന്ന് നമ്മൾ റിയാക്ഷൻ മെക്കാനിസം കൺസെപ്റ്റ് ആയ റിംഗ് എക്സ്പാൻഷൻ ഓഫ് ടൈപ്പ് 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യാൻ പോവാണ്. ഇവിടെ മനസ്സിലായി നമുക്ക് ഇവിടെ ഒരു ആൽക്കഹോൾ ഗ്രൂപ്പ് ഉണ്ട്, H+ ഉണ്ട്, ഹീറ്റിംഗ് ഉണ്ട്. അപ്പോൾ മനസ്സിലായി അത് ഡീഹൈഡ്രേഷൻ ആണ് അല്ലേ. അപ്പോൾ ഒന്നെങ്കിൽ ഇവിടെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ H3PO4 ആഡ് ചെയ്ത് ഹീറ്റൊക്കെ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ H+ ഹീറ്റ് എന്നാൽ നമുക്ക് മനസ്സിലാവണം അതെന്താണ്, അത് ഡീഹൈഡ്രേഷൻ ആണെന്ന്. അപ്പോൾ ഡീഹൈഡ്രേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അനുസരിച്ചിട്ട് ഈ ഓക്സിജൻ്റെ ലോൺ പെയർ ഉണ്ടല്ലോ ഇവിടെ, ആ ലോൺ പെയറിലേക്ക് ആര് പോയി അറ്റാക്ക് ചെയ്യണം, ഈ H+ പോയി അറ്റാക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്കി റിമീനിങ് എന്താ ഉണ്ടായി നോക്കി, H+ അറ്റാക്ക് ചെയ്യുമ്പോൾ അപ്പോൾ ബാക്കി റിമീനിങ് എന്തൊക്കെയാണ് നോക്കി. H+ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ നമുക്ക് എന്ത് വന്നു, H2 വന്നല്ലേ. അപ്പോൾ സ്വന്തം ചെയ്യുമ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ട് Oയ്ക്ക് പ്ലസും വന്നു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യാമെന്ന് വെച്ചാൽ A+ കളയണം. അപ്പോൾ ഓക്സിജൻ്റെ A+ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ബോണ്ട് പൊട്ടിച്ച് ഓക്സിജനിലേക്ക് കൊടുക്കുന്നത്. ഓക്സിജനിലേക്ക് കൊടുക്കുമ്പോൾ ബാക്കി റിമൈനിങ് നോക്കിക്കേ. അപ്പോൾ നമുക്ക് എന്തോന്ന് നോക്കിയേ, ആ ബോണ്ട് പൊട്ടിച്ച് കൊടുക്കുമ്പോൾ ബാക്കി റിമൈനിങ് എന്തോന്ന് നോക്കിക്കേ, ഇതാ. അപ്പോൾ H2 അങ്ങ് പോയില്ലേ, കാരണം ഇവിടെ ഓക്സി ഇലക്ട്രോൺസ് കിട്ടി. ഈ ബോണ്ട് പൊട്ടിച്ച് കൊടുക്കുമ്പം ഓക്സി ഇലക്ട്രോൺസ് കിട്ടി. അപ്പോൾ ബാക്കി റിമൈനിങ് എന്താ നോക്കി, ഇവിടെ മറ്റേ നിൽക്കുകയാണല്ലേ. പ്ലസ് എന്ത് കിട്ടി, നമുക്ക് H2 അങ്ങ് കിട്ടി, ലോൺ പെയറായിട്ട് അങ്ങ് പോയി. ആ ബോണ്ട് പൊട്ടിച്ചപ്പോൾ ഇവിടെ കിട്ടുവാണ് അല്ലേ. അപ്പോൾ ഓൾറെഡി എന്താ സൈക്ലോപെൻറ്റൈന, അപ്പോൾ ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ടായി നിൽക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ സൈക്ലോപെൻറ്റൈന് സ്ട്രെയിൻ കൂടുതലാണ് ആരെ കമ്പയർ ചെയ്യുമ്പം സൈക്ലോഹെക്സിനെ കമ്പയർ ചെയ്യും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ അതിനെ സൈക്ലോഹെക്സൈൻ ആക്കാൻ ശ്രമിക്കണം. അതുകൊണ്ട് ബെയർ സ്ട്രെയിൻ തിയറി നമ്മൾ ഈ സൈക്ലോപെൻറ്റൈൻ നമ്മൾ എന്താക്കാൻ ശ്രമിക്കണം, ഈ സൈക്ലോഹെക്സൈൻ ആക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഈ ബോണ്ട് പൊടിച്ച് അങ്ങോട്ട് കൊടുക്കുക. അങ്ങോട്ട് കൊടുക്കുമ്പം ബാക്കി റിമൈനിങ് നോക്കി, ബാക്കി റിമൈനിങ് ഇപ്പോൾ നോക്കി നമുക്ക് എവിടെ മറ്റേ നിൽക്കുക നോക്ക്. അതായത് അപ്പോൾ നമുക്ക് ഇതിനെ നമുക്ക് എന്ത് എഴുതാം, ഇതാ ഇങ്ങനെ ചെയ്യാം. ഇങ്ങനെ നിൽക്കുവാണ്, ഇതിങ്ങനെ ഉണ്ട് അല്ലേ, ഇങ്ങനെ നിൽക്കുവാണ്, ഇവിടം വരെയാണ് എത്തി നിൽക്കുന്നത്. അതിലേക്ക് നമ്മൾ ചെയ്യുന്നത് നോക്കി, ആ ബോണ്ടിനെ എക്സ്പാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്നില്ലേ പ്ലസ്, കാരണം ഇവിടെ ബോണ്ട് നഷ്ടപ്പെട്ടു. നഷ്ടപ്പെടുമ്പോൾ എന്ത് തോന്നുന്നു, A+ ഇവിടെ വരത്തില്ലേ, നോക്കട്ടെ കേട്ടോ. അപ്പോൾ A+ അവിടെ വരുമ്പം ഇനി ബാക്കി നോക്കി 1 2 3 4 5 6 മെമ്പർ റിംഗ് ആയില്ലേ. ഇത് 6 മെമ്പർ റിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആക്ച്വലി വരയ്ക്കുന്നത്, നമ്മുടെ ആക്ച്വലി എന്താ വരയ്ക്കേണ്ടത്, ഇപ്പം സൈക്ലോഹെക്സൈൻ അല്ലേ, അവിടെ എന്ത് വന്നു, ഒരു പ്ലസ് വന്നല്ലേ. ഇനി അപ്പോൾ മനസ്സിലായി എന്ത് ഡീഹൈഡ്രേഷൻ നടക്കേണ്ടത്. ഡീഹൈഡ്രേഷൻ നടക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ അറിയാലോ, ലാസ്റ്റ് എന്താ, ഒരു Hനെ ഇവിടുന്ന് എടുക്കുക കേട്ടോ. ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് H എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എന്ത് ചെയ്യണം, ഈ ബോണ്ട് പൊട്ടിച്ച് അങ്ങോട്ടേക്ക് കൊടുക്കണം. അങ്ങോട്ടേക്ക് കൊടുക്കുമ്പം ബാക്കി എന്ത് വന്നു, ബാക്കി നമുക്ക് എന്ത് വന്നു, ഒരു സൈക്ലോഹെക്സീൻ വന്നില്ലേ, എന്തോന്നു സൈക്ലോഹെക്സീൻ വന്നു. പ്ലസ് എന്ത് പോയി, H+ അങ്ങ് പോയി കേട്ടോ. അപ്പോൾ നമുക്ക് സൈക്ലോഹെക്സീൻ കിട്ടി. അപ്പോൾ ഇതാണ് നമുക്ക് എന്ത് ലാസ്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതും ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം പ്രാക്ടീസ് ചെയ്യണം. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ സ്ഥിരം എൻട്രൻസ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, താങ്ക് യു.